ഞങ്ങൾ പറയാറില്ലേ, ഞങ്ങൾ ചിലപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുമ്പോ പറയും, എന്താ പറയും, ഇത് നിക്ക് മാത്ര വേറെ ആർക്കും കൊടുക്കില്ല എന്നറിയും. ലോകത്ത് ഏറ്റവും കൂടുതൽ ഞങ്ങൾ പഠിക്കേണ്ടത് ആരെ കുറിച്ചാണ്? ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെ വീട്ടിലൊക്കെ മുഹമ്മദ് എന്ന് പേരുള്ള ഒരു കൈബുക്ക് വീട്ടിൽ, എന്റെ വീട്ടിലൊരു മുഹമ്മദ് ഉണ്ട്. ഇപ്പൊ എങ്ങനെ ചിന്തിക്കുന്നത്? ഇപ്പൊ എന്താ ഇത്തരത്തോടെ ഇല്ല. ഇപ്പൊ ഉടൻ തന്നെ ഒരു തീരുമാനാക്കാമെന്ന്, ഒരു മുഹമ്മദിനെ ഒന്ന് തെരഞ്ഞെടുക്കാം. അങ്ങനാവാലേ? അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ. മുഹമ്മദ് വേണം എല്ലാ വീട്ടിലും, ചുരുങ്ങിയത് ഒരു മുഹമ്മദ് വേണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. ഒന്ന് ആമീൻ പറയും മനുഷ്യൻ. അല്ലെ, പെൺമക്കം വേണോ ആൺമക്കം വേണോ? വേണ്ടേ? പെൺപുള്ളം വേണോ ആൺപുള്ളം വേണോ? പെൺകുട്ടികളും വേണം ആൺകുട്ടികളും വേണം. വീട്ടിൽ ആൺകുട്ടികൾ ഉണ്ടെങ്കിലല്ലേ ആൺകുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പെൺകുഞ്ഞ് ജനിച്ചിട്ട് പെൺകുഞ്ഞിന് മുഹമ്മദ് എന്ന് പേരാക്കാൻ പറ്റുമോ? അത് ഫാത്തിമ എന്നാ വെക്ക, ആയിഷ എന്നാണ് വെക്ക, ഖദീജ എന്നാ വെക്ക. അല്ലാതെ മുഹമ്മദ് എന്ന് പേരൊക്കെ ആർക്കാ വേണം? ആൺമക്കൾ വേണം. അള്ളാഹുവിനോട് ചോദിക്കണം, ആൺമക്കൾ വേണം. അള്ളാഹു തആല ആൺമക്കൾ തരട്ടെ, പെൺകുട്ടികളെയും തരട്ടെ. രണ്ടും വേണം. എല്ലാ വീട്ടിലും ഒരു മുഹമ്മദ് വേണം, ഒരു മുഹമ്മദ്. അള്ളാഹു ഭാഗ്യം തരട്ടെ. ആശയല്ലേ? ഇനി ആശപ്പെട്ടിട്ട് എവിടെ കാര്യം ഉസ്താദേ, എല്ലാം കഴിഞ്ഞിന്. നിങ്ങൾ എന്ത് പറയുന്നത്? ഈ മഴ വന്നിട്ട് എന്നാലും പുള്ളിമാർക്ക് കിട്ടുമല്ലോ അല്ലേ? ഒരു പുള്ളി ജനിച്ചു, ആൺകുട്ടി, മുഹമ്മദ്. വേറൊന്നുമില്ല, എന്താ കാരണം? ഉമ്മ, ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങളാണ് ഇതിൽ കൂടുതലും താല്പര്യം എടുക്കേണ്ടത്. നിങ്ങളെ വീട്ടിൽ മുഹമ്മദ് വേണം. മുഹമ്മദ്, ആ കുട്ടിക്ക്, ആൺകുട്ടിക്ക് മുഹമ്മദ് എന്ന് പേര് വെക്കണം. വലിയ ബഹുമാനാണ്. കാരണം ആ പേര് ആരുടെ പേരാണ്? അഷ്റഫുൽ ഖൽഖ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരാണ്. ആ പേരുള്ള കുട്ടി ഒരു വീട്ടിലുണ്ടായാലോ ആ വീട് റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് ഇടക്കിടക്ക് സന്ദർശനം നടത്തും കേട്ടോ. ആരാണിത് പറയുന്നത്? സുറൈജ് ഇബ്നു യൂനുസ് റളിയല്ലാഹു അൻഹു എന്ന മഹാൻ പറയാണ്, ചില പ്രത്യേക മലക്കുകൾ തന്നെയുണ്ട്. ആ മലക്കുകൾക്ക് ഓരോ ഡ്യൂട്ടിയാണ്. ഓരോ വിഭാഗം മലക്കുകൾക്ക് ഓരോ വിഭാഗം ഡ്യൂട്ടിയാണ്. ഈ മലക്കുകളുടെ ഡ്യൂട്ടി എന്താണ്? മുഹമ്മദ് എന്ന പേരുള്ള കുട്ടി ഏതെല്ലാം വീട്ടിലുണ്ടോ ആ വീട് സന്ദർശിക്കാൻ പോകലാ. ചോദിക്കട്ടെ ഉമ്മമാരെ, ചോദിക്കട്ടെ ഉപ്പമാരെ, റഹ്മത്തിന്റെ മലക്കുകൾ ഇടക്കിടക്ക് വന്ന് സന്ദർശിക്കുന്ന വീടായി ഞങ്ങളെ വീട് മാറേണ്ടതില്ലേ? അത് മാത്രമല്ല, ഇനി മുഹമ്മദ് എന്ന പേരുള്ള ഒരാളെ കുറിച്ച് നിങ്ങൾ ഒന്നും കൂടി ആലോചിച്ചു നോക്കൂ. അതേ ജഅഫർ ഇബ്നു മുഹമ്മദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എന്റെ ബാപ്പയിൽ നിന്ന് കേട്ടിട്ടുണ്ട്, എന്റെ ബാപ്പ പറയുന്നതായി. ആ ബാപ്പ വെറുതെ പറയല്ല, ബാപ്പാക്ക് അടിസ്ഥാനം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബാപ്പ പറയാണ്, ഓ ഖിയാമത്ത് നാളായാൽ എല്ലാവരും പരലോകത്ത് ഒരുമിച്ചു കൂടുമ്പോൾ നാദാ മുനാദിൻ, ഒരു മലക്ക് അവിടുന്ന് വിളിച്ചു പറയൂ, അലാവോ മഹ്ശറിൽ ഒരുമിച്ചു കൂടിയ ജനങ്ങളെ, ലിയഖും മൻ ഇസ്മുഹു മുഹമ്മദ്, മുഹമ്മദ് എന്ന പേരുള്ളവർ ആരാണ് ഇവിടെയുള്ളത്? എല്ലാരും ഒന്ന് എണീറ്റ് നിൽക്കൂ എന്നതാ പരലോകത്ത് ഇല്ലേ? അപ്പൊ ആഖിറത്തിൽ അങ്ങനെ പറയും, മുഹമ്മദ് എന്ന് പേരുള്ളവർ എണീറ്റ് നിൽക്കാൻ വേണ്ടി പറയും. എന്നിട്ട് എന്താ പറയണെന്നറിയോ? ഈ മലക്ക് പറയാണ്, ഫല്യദ്ഖുലിൽ ജന്ന, ആ മുഹമ്മദ് എന്ന് പേരുള്ള മനുഷ്യൻ സ്വർഗത്തിൽ അങ്ങ് കടന്നോട്ടെ. എന്തേ ആ മനുഷ്യൻ അവിടെ ബഹുമാനം കിട്ടാൻ കാരണം? ലികറാമത്തി ഇസ്മിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിനുള്ള ബഹുമാനമാണ്, തങ്ങളുടെ പേരിനുള്ള ആദരവാണ്.
അത് മാത്രമല്ല മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മക്കക്കാര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മാമിൻ ബൈത്തിൻ ഫീഹി ഇസ്മു മുഹമ്മദ്, മുഹമ്മദ് എന്ന പേരുള്ള ഒരു കുട്ടി ഏതെങ്കിലും ഒരു വീട്ടിലുണ്ടായാൽ ഇല്ലാ വറുസിഖൂ, അവർക്ക് റിസ്ക് മുടങ്ങൂല. ആ വീട്ടുകാർക്ക് റിസ്ക് മുടങ്ങൂല. അവർക്ക് മാത്രമല്ല വറുസിഖ ജീറാനുഹു, അങ്ങനെ ഒരു മുഹമ്മദ് എന്ന പേരുള്ള ഒരു കുട്ടിയുള്ള വീട്ടുകാർക്ക് മാത്രം റിസ്ക് മുടങ്ങൂല എന്ന് മാത്രമല്ല, അവരുടെ അയൽ വീട്ടുകാർക്ക് പോലും ഈ പേരിന്റെ ബറക്കത്ത് കൊണ്ട് റിസ്ക് മുടങ്ങൂല. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു നേട്ടം ലഭിക്കുന്നത്? അത് മുഹമ്മദ് എന്ന പേര് അതൊരു സാധാരണ പേരല്ല. അത് ലോക നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരായതുകൊണ്ടാണ്. അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഓ സുഹൃത്തുക്കളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുറുകെ പിടിച്ചാൽ പരിഹാരം കാണാത്ത ഒരു വിഷയവുമില്ല, ഒരു പ്രശ്നങ്ങളും ഇല്ല. ഏത് കവാടം അടക്കപ്പെട്ട് കളഞ്ഞാലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാനുള്ള വകുപ്പുണ്ട്. എന്തിനേറെ പറയണം, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ആദം നബി അലൈഹിസ്സലാം, നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല എന്താ പറഞ്ഞു? സ്വർഗത്തിൽ വെച്ച് അല്ലാഹു തആല പറഞ്ഞു, എല്ലാം കഴിച്ചോളൂ. ഒരു വൃക്ഷം കാണിച്ചിട്ട് പറഞ്ഞു, ഇതെന്ന് കഴിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ഇത് കഴിക്കാനുള്ളതാണ്, ഇത് കഴിക്കാൻ പാടില്ലാത്തൊന്നുമല്ല, ഇത് കഴിക്കാനുള്ളതാണ്. പറഞ്ഞോ ഇല്ലേ? വേം പറയും മനുഷ്യന്മാരെ, പറഞ്ഞോ ഇല്ലേ? പറഞ്ഞു. ആദം നബി അലൈഹിസ്സലാം അവസാനം ഇബ്ലീസ് നല്ലവരെയാണ് പറ്റിക്കുന്നത്. ഇബ്ലീസ് ഒരു ശ്രമം നടത്തി. ആ ശ്രമം നടത്തിയപ്പോ അള്ളാഹുവിന്റെ ഖലാവും കൂടി ഉണ്ടായി. കഴിക്കണ്ടെന്ന് പറഞ്ഞ മരത്തുനിന്ന് കഴിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അതെന്ന് കഴിച്ചു. ആ കഴിച്ചപ്പോഴാണ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങേണ്ടി വന്നത് അബൂന അബുൽ ബശർ ആദം അലൈഹിസ്സലാം. ഞങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. ഒരാള് ഞങ്ങളെ കയ്യിൽ ഒരു കെട്ട് തന്നു കരുതാം. ഉദാഹരണം പറയാം, ഞങ്ങളെ കയ്യിൽ ഒരു കെട്ട് തന്നു, പുറത്ത് കാണുന്നില്ല ഇതെന്താ ഉള്ളിലെ സാധനം. എന്നിട്ട് തന്ന ആൾ പറഞ്ഞു, ഇത് നോക്കരുത്, ഇത് നീ നോക്കരുത്, നോക്കാതെ കൊണ്ടുപോയി കൊടുക്കണോ? അങ്ങനെ പറഞ്ഞാല് ഞങ്ങൾക്ക് നോക്കാനാ തോന്നാ, നോക്കാതിരിക്കാനാ തോന്നാ? നിങ്ങളൊന്ന് പറയും. അല്ല ഒന്ന് പറയും. നിങ്ങൾ ആരും നോക്കൂല, നിങ്ങൾക്ക് കാരണം നിങ്ങൾ അനുസരണമുള്ള ആളുകളാണ്. എന്നാലും ഞങ്ങൾക്ക് എന്താ തോന്നുക? നോക്കണോന്ന് തന്നെ. എന്തിനോ നോക്കണ്ടെന്ന് പറഞ്ഞേ? അതുകൊണ്ട് അതേ സമയത്ത് നീ അതിലേക്കൊന്ന് നോക്കണമെന്ന് പറഞ്ഞ ചിലപ്പോ നോക്കാലേ, അതേ സമയത്ത് നോക്കണ്ടെന്ന് പറഞ്ഞാലോ അല്ലേ? അങ്ങനെ അങ്ങോട്ട് ആരും നോക്കണ്ട എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഞാൻ വിഷയം പറയുന്നതുകൊണ്ട് നിങ്ങൾ ആരും നോക്കിയിട്ടില്ല. അതേസമയത്ത് ഞാൻ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ പറയാണ് അങ്ങോട്ട് ആരും നോക്കണ്ടെന്ന് പറഞ്ഞാലോ എല്ലാവരും നോക്കും. എന്റെ ഒരു പെട്ടെന്ന് അങ്ങോട്ട് ആരും നോക്കണ്ടെന്ന് പറഞ്ഞ ആവശ്യം, അപ്പൊ എന്തോ ഒന്ന് അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നോക്കും. അതാണ് അങ്ങനെ. ആദം നബി അലൈഹിസ്സലാം ദുനിയാവിലേക്ക് ഇറങ്ങേണ്ടി വന്നു, അല്ലാഹുവിന്റെ ഖളാ ആണ്. എന്നാൽ അവിടെ പോലും ആദം നബി അലൈഹിസ്സലാം അതൊരു തെറ്റല്ലല്ലോ, ഒരു പാപമല്ലല്ലോ. എന്നാലും ദുനിയാവിലേക്ക് ഇറങ്ങേണ്ടി വന്ന ഒരു സങ്കടം ആദം നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ ഉണ്ടായപ്പോൾ അതിനൊരു പ്രതിവിധി എന്നോളം, ഒരു പരിഹാരമെന്നോളം ആദം നബി അലൈഹിസ്സലാം കണ്ടെത്തിയ മാർഗം എന്താണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തിയിട്ട് അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുകയാണ്.
അപ്പൊ എന്താണ് ആദം നബി അലൈഹിസ്സലാം പറഞ്ഞത്? അല്ലാഹുമ്മ ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഗ്ഫിർ ലി ഖതീഅതി. റബ്ബേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്ത് കൊണ്ട് എന്റെ പാപം നീ പുറത്തു തരണേ അല്ലാഹ്. അത് പാപമല്ല എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. അത് തെറ്റല്ല, ഹറാമല്ല, ദോഷമല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷെ ആദം നബി അലൈഹി സ്വലാം അങ്ങനെ പറയാൻ കാരണം എന്താണ്? അവർ നല്ലവരാണ്. നല്ലവർക്ക് തെറ്റല്ലാത്തതും ചിലപ്പോ തെറ്റായിട്ടേ തോന്നുള്ളൂ. കാരണം അവർ സൂക്ഷ്മതയുടെ ജീവിതം നയിക്കുന്നവരാണ്. ഉടനെ അല്ലാഹു തആല ആദം നബി അലൈഹി സ്വലാമിനോട് ചോദിക്കുകയാണ്, അല്ല ആദം നബിയേ, മിൻ ഐന അറഫ്ത മുഹമ്മദാ, ഇനി വരാൻ പോകുന്ന ഒരു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നിങ്ങൾ എവിടെ നിന്നാണ് മനസ്സിലാക്കിയത്? അപ്പൊ ആദം നബി അലൈഹി സലാം പറയാണ്, ഓ റബ്ബേ, റഅയ്തു ഫീ കുല്ലി മൗളിഇൻ മിനൽ ജന്ന, സ്വർഗ്ഗത്തിലെ ഓരോ സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്, ഒരു എഴുത്ത് എഴുതിയിട്ടുണ്ട്. ആ എഴുത്തില്ലാത്ത സ്ഥലം സ്വർഗ്ഗത്തിലില്ല. സ്വർഗ്ഗത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഒരു എഴുത്ത് എഴുതിയത് ഞാൻ കണ്ടിട്ടുണ്ട് റബ്ബേ. ഏതാണ് ആ എഴുത്തെന്നറിയുമോ? സ്വർഗ്ഗത്തിലെ എല്ലാ ഭാഗങ്ങളിലും എഴുതി വെച്ച എഴുത്തേതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ എഴുത്ത് സ്വർഗ്ഗത്തിൽ പോയിട്ട് വായിക്കാൻ ആഗ്രഹമുള്ളവർ കൈവെക്കു നോക്കട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന് ബേന വേണ്ടെന്നറിഞ്ഞിട്ട് ഇങ്ങനെ കൈവക്കിയാ മാത്രം പോരാ. ദുനിയാവിൽ കുറെ അങ്ങ് അധികരിപ്പിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ചൊല്ലുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് സ്വർഗ്ഗത്തിലെ ആ എഴുത്ത് നമുക്ക് വായിക്കാൻ കഴിയും. അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. ആദം നബി അലൈഹിസ്സലാം പറയാണ്, റബ്ബേ, സ്വർഗ്ഗത്തിന്റെ എല്ലാ സ്ഥലത്തും ഈ എഴുത്ത് കാണുന്നുണ്ട്. നിന്റെ പേരോടുകൂടെ ഒരു പേര് കാണാം. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ്. അപ്പ ഫഅലിംതു, ഞാൻ മനസ്സിലാക്കി, അന്നഹു അക്റമു ഖൽഖിക അലൈക, നിന്റെ സൃഷ്ടികളെ കൂട്ടത്തിൽ നിന്റെ അരികിൽ വലിയ ബഹുമാനമുള്ളയാളാണ് അവർ എന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് അവരെ മുൻനിർത്തിയിട്ടാണ് നിന്നോട് ഞാൻ ചോദിക്കുന്നത്. ഇത് പറഞ്ഞപ്പോഴേക്ക് ഫതാബല്ലാഹു അലൈഹി വഗഫറ ലഹു, ആദം നബി അലൈഹിസ്സലാമിന്റെ ആ തേട്ടം അല്ലാഹ് സ്വീകരിച്ചു, അല്ലാഹ് പരിഗണിച്ചു. അതുകൊണ്ട് ഞാൻ മുഅ്മിനീങ്ങളോട് പറയാണ്, ഓ മുഅ്മിനുകളെ, ഏത് വിഷമങ്ങൾ വരുമ്പോഴും ഏത് പ്രയാസങ്ങൾ വരുമ്പോഴും അതിന് ഏറ്റവും വലിയ പരിഹാരം ലോക നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ ഹബീബായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവലംബിക്കലാണ്, മുറുകെ പിടിക്കലാണ്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബ് നമുക്കതിന് ഭാഗ്യം നൽകട്ടെ. പഠിക്കണം, തങ്ങളെ കുറിച്ച് ധാരാളം പഠിക്കണം. വീട്ടിന്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ തങ്ങൾ എങ്ങനെയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കണം. വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ തങ്ങൾ എങ്ങനെയായിരുന്നു പഠിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ഏത് വിഷയത്തിനും റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുറുകെ പിടിക്കണം. ദുനിയാവ് രക്ഷപ്പെടും, ആഖിറം രക്ഷപ്പെടും. അതുകൊണ്ടല്ലേ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജ്, ഇസ്റാ മിഅ്റാജ് യാത്ര പോകുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അരികിലൂടെ വിട്ടുകടക്കുകയാണ്. ആ വിട്ടുകടന്നപ്പോൾ
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട മൂസാ നബി അലൈഹിസ്സലാം ബക്കാ, അവിടുന്ന് കരയുകയാണ്. അപ്പോഴാണ് വിളിച്ചു ചോദിക്കപ്പെട്ടു, മായുബക്കീക, അല്ല മൂസാ നബിയേ, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് പറയാണ്, റബ്ബി, ഓ എന്റെ റബ്ബേ, ആദാ ഗുലാം, ഇതൊരു ചെറുപ്പക്കാരനാണല്ലോ. ഗുലാം എന്ന് പറഞ്ഞാൽ അവിടെ ഷാബുൻ, ചെറുപ്പക്കാരൻ എന്ന അർത്ഥത്തിനാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചിട്ട് പറയാണ്, ഇതൊരു ചെറുപ്പക്കാരനാണല്ലോ നബി റബ്ബേ, പക്ഷേ ഈ ചെറുപ്പക്കാരൻ ഒരു പ്രത്യേകതയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതെന്താണ്? എനിക്ക് ശേഷം നബിയും റസൂലുമായി വന്ന ചെറുപ്പക്കാരനായിട്ട് പോലും യദ്ഖുലു മിൻ ഉമ്മത്തിഹി അൽ ജന്നത അക്സറ മിമ്മാ യദ്ഖുലു മിൻ ഉമ്മത്തി, എന്റെ സമുദായക്കാർ സ്വർഗ്ഗത്തിൽ കടക്കുന്നതിനേക്കാളും കൂടുതൽ ഈ ചെറുപ്പക്കാരനായ നബിയും റസൂലുമായ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമുദായത്തിൽപ്പെട്ടവരാണ് കൂടുതലും സ്വർഗ്ഗത്തിൽ കടക്കുന്നത് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഉമ്മത്തിനെ ഓർത്ത്, മൂസാ നബി അലൈഹിസ്സലാം പറയാണ്, എന്റെ സമുദായക്കാരെ ഓർത്ത് ഞാനങ്ങ് കരഞ്ഞതാണ്. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നന്നായി പഠിക്കണം. എത്ര പഠിച്ചാലും മതിയാകൂല.